അങ്ങനെ സമയം രാവിലെ 9 മണി ആയിട്ടുണ്ട്. ഞാനൊരു ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്ന് മെസ്സിലേക്ക് നേരെ വെച്ച് പിടിച്ചു. അവിടെ ചായ കൊടുക്കുന്ന സമയമാണിപ്പോ. ഞാനൊരു ചായയൊക്കെ കുടിച്ച് പുറത്തോട്ടേക്ക് ഇറങ്ങിയപ്പോഴാണ് ശംഭോ മഹാദേവയുടെ ഒരു 33 അടി വണ്ടി കണ്ടത്. നോക്കുമ്പോ എന്റെ കൂട്ടുകാരൻ തന്നെയാണ് അതിലെ ഡ്രൈവറും. പിന്നെ കുറച്ചു നേരം വണ്ടിയിലേക്ക് കയറിയിരുന്ന് അവനോട് കഥയും പറഞ്ഞിരുന്നു. ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് കണ്ടോ, ഇതിന്റെ ഫാൻസ് പവർ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പെട്ടെന്ന് എനിക്ക് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു ഓട്ടം വന്നു. ഞാൻ അതൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇങ്ങനൊരു വലിയ വണ്ടി കയറാൻ ബുദ്ധിമുട്ടുന്ന കാര്യം കണ്ടത്. എനിക്ക് ഈ വണ്ടികളോട് പ്രത്യേക ക്രേസ് ഉള്ളത് കൊണ്ട് ഇതുപോലുള്ള എന്ത് സീന് കണ്ടാലും ഞാൻ അവിടെ നോക്കി നിന്നു പോവും. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ സ്കില്ലും പിന്നെ വണ്ടിയുടെ തലയെടുപ്പൊക്കെ കാണാനും വേറെ തന്നെ ഒരു ഭംഗിയല്ലേ. എനിക്ക് അടുത്ത ഓട്ടം കിട്ടിയത് തൃപ്പൂണിത്തുറയിലേക്കാണ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഉച്ചക്കത്തെ ചോറ് മിൽമേന്റെ ക്യാൻറ്റീനാവാന്ന് വിചാരിച്ചു. ആ പോകുന്ന വഴിക്കുള്ള ആ ഒരു ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ കാണാനും വേറെ തന്നെ ഒരു ഭംഗിയുണ്ട്. അങ്ങനെ അവിടുത്തെ ക്യാൻറ്റീനിൽ കയറി ഒരു ബിരിയാണി തന്നെ അങ്ങ് ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല രുചിയൊക്കെ ഉണ്ട് കേട്ടോ, ബിരിയാണി കാണാനും കൊള്ളാം. രാത്രി ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞപ്പോ ദേവി ഹോസ്പിറ്റലിൽ നിന്നൊരു കോള്, പ്രായമായ അമ്മയെ അമൃതയിലേക്ക് എത്തിക്കണം. അങ്ങനെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നേരെ അമൃതയിലോട്ട്. പൈലറ്റായി വിഷ്ണുവേട്ടനും കോ പൈലറ്റായി ഞാനും യാത്ര തുടങ്ങി.